ഈ ഒരു സിനിമാ നടിയാന്ന് വെച്ചപ്പോ ഞാൻ ആദ്യം ഓർത്തു, പരിചയപ്പെടുന്നതിന് മുന്നേ ഓർത്തു കുറച്ച് വിവരവും വിദ്യാഭ്യാസവും കാണുന്നു. പരിചയപ്പെട്ടപ്പോ അതില്ലെന്ന് മനസ്സിലായി. നമുക്ക് പ്രായമായടാ. മീനാക്ഷി എന്റെ ഒരു മൂത്ത ചേച്ചിയായി. അടിപൊളിയാണ്. പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതയാണ്. ഇച്ചിരി വിശപ്പ് കൂടുതലാ. വിശക്കും, പക്ഷെ എനിക്ക് കൊക്കോപ്പുഴും ഉണ്ട് നോക്കിച്ചു തോന്നുന്നു. ഞാൻ വണ്ണം വെക്കുന്നേയില്ലേ. അത് നരയൊക്കെ വന്നു തുടങ്ങി ഡൈ ആന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ നല്ലവളാണ്, സ്നേഹമുള്ളവളാണ്, സുന്ദരിയാണ്, സുമുഖിയാണ്, സുശീലയാണ്. ആരെ മേക്കപ്പ് ചെയ്തത്? വലിയ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് മീനാക്ഷി. എന്റെ ഈ ഒരു സൈഡ് ചെവിക്കല്ല് ഉരുണ്ട് അങ്ങ് പോയി കേട്ടോ. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു എപ്പിസോഡാണ് നമ്മുടെ ചാനലിലെ. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്കറിയില്ല ആരെങ്കിലും സ്വന്തം ബർത്ത്ഡേക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റും സന്തോഷമുള്ള വേറെ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് എങ്ങനെയാണ്, എനിക്ക് എൻ്റെ ബർത്ത്ഡേ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നു. അപ്പം കുറേ നാൾ മുന്നേ തൊട്ടേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് തുടങ്ങും. അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് തുടങ്ങി. അയ്യോ, ഇതെല്ലാം ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് ഞാൻ വന്ന് ഈ ഡെക്കറേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി ബാക്കിയൊക്കെ നമുക്ക് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് പറയാം, കാരണം ചെറിയ മഴ വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ, നമ്മൾ കേക്ക് മുറിക്കാൻ പോയി. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എങ്ങനെ മഴ പെയ്താലോ. വേണ്ട വേണ്ട, കേക്ക് മുറിക്കുവാണേ. ഓക്കെ, മുറിക്കുവാണേ. പാടിക്ക്, പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളെന്നെ മുറിക്കണം, നമ്മളെന്നെ പാടും. പിടിച്ചു പിടിച്ചു പിടിക്ക്. ഹാപ്പി ബർത്ത്ഡേ പിടിച്ചു. അതെ ഗായ്സ്, പ്രകൃതി പോലും ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ചെറിയ മഴത്തുള്ളികളും മറ്റുമായി. ഒരാളുടെയും കൂടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വീട്ടിൽ ഷാജി ചേച്ചിയുണ്ട്, ഷാജി ചേച്ചിയുടെ മോളായിട്ടോ. മരിയക്കുട്ടിയുടെയും ബർത്ത്ഡേ ഉണ്ട്. ഈ ഇതെനിക്ക് തരണം. കണ്ടോ, ഇതിനൊക്കെ എനിക്ക് തെളിവും സാക്ഷികളും ആവശ്യമാണ്. ഇത് പൊട്ടിച്ചിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം വരും. താങ്ക് യു. അത് കിട്ടിയില്ലായിരുന്നു, ഞാൻ നേരത്തെ കെട്ടിപ്പിടിച്ച്. താങ്ക് യു. ഇവൻ എനിക്ക് നേരത്തെ ഗിഫ്റ്റ് വാങ്ങി തന്നിരുന്നു. നല്ലവനായ ഉണ്ണിയാട്ടോ ഞാൻ. താങ്ക് യു. ഇവൻ വരുമ്പോ കറുത്ത ഉടുപ്പിട്ടിട്ടാണ് വന്നത്. ഞാൻ ഈ പഠിക്കകത്തേക്ക് കേട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ കടയിൽ പോയി വെളുത്തോടുപ്പ് വാങ്ങി വെള്ളം ഇട്ടോണ്ടോ. ഇത്രയും സ്നേഹം ആരും കാണിച്ചിട്ടില്ലടാ. ഗുഡ് ബോയ് കേട്ടോ. ഇനി ഇതെന്താ, ഇത് കൂട്ടുകാരോട് ഒരാവശ്യവും ഇല്ലാതെ കയറി നിൽക്കുന്ന ഒരു അനിയൻ. നോക്കൂ, നിങ്ങൾ കാണൂ. താങ്ക് യു. ഇത് ഗിഫ്റ്റ് ആണോ അത് കൂട്ടാ? ഇത് തുറന്നതായത്. ആ അതെ അതെ, അത് അതിന്റെ അകത്താ ഗിഫ്റ്റ്. എന്റെ നല്ലവളായ കുഞ്ഞ് കിളവിയായെന്ന് 20 വയസ്സായെന്ന് പറഞ്ഞപ്പോഴെന്നെ എന്റെ കുറെ കൂട്ടുകാർ വിളിച്ചിട്ട്, ഇനി ഇവിടുന്ന് ഒരു തിരിച്ചു പോക്കില്ല നമുക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുട്ടികളെ പോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് 20 വയസ്സായത്. അതാ അവള് പറഞ്ഞ കിളവിയായത്. താങ്ക് യു. ബാ കൊച്ചു. താങ്ക് യു. നമുക്ക് പ്രായമായടാ. ബാ ബാ, ഇത് കൊള്ളാം. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ.
ഈ ഗിഫ്റ്റിനൊക്കെ എനിക്ക് ഓരോ കഥ പറയാനുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോഴല്ല, ഇത് തുറക്കുന്ന ദിവസം കുറെ ഒരു ലോഡ് കഥ എനിക്ക് പറയാനുണ്ട്. ഇതിന്റെ ബ്രദേഴ്സിന്റെ ഗിഫ്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. താങ്ക് യു. നീ എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്? എനിക്ക് ഉമ്മ തരാതെ. താങ്ക് യു ആരിഷ്. കാശിമോനെ താങ്ക് യു. നിങ്ങൾ തിരിച്ചതാ ഇങ്ങനെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ ഉമ്മ. സച്ചു. ഓ, ഇത്രയും കുഞ്ഞു ആൾക്കാരൊക്കെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? താങ്ക് യു ഉമ്മ. ഇനി വലിയ വലിയ ആൾക്കാരുടെ ഗിഫ്റ്റാണ്, കൊച്ചച്ചന്മാരുടെ ഗിഫ്റ്റാണ് കാണാൻ പോകുന്നത്. താങ്ക് യു കൊച്ചച്ച. താങ്ക് യു. ഈ ഗിഫ്റ്റ് എന്താന്ന് ഞാനിത് ഇപ്പൊ പൊട്ടിക്കും. ഇതെനിക്ക് ഇപ്പൊ പൊട്ടിക്കണം. ഈ ഗിഫ്റ്റിന് ഒരു കഥയുണ്ട് കേട്ടോ. ഇത് ഞാൻ എന്നും ഞങ്ങൾ അവിടെ പാർലറിൽ പോയിരിക്കുമ്പോ ഞാൻ ആന്റീന്റെ അടുത്ത് പറയും, ഇതെന്താ ആന്റി എനിക്ക് മേടിച്ച ഗിഫ്റ്റ് തരണം എന്ന് പറയാം. എന്നിട്ട് എന്താ മേടിച്ചത് പക്ഷെ പറഞ്ഞു തരുന്നേ ഇല്ല. എന്നിട്ട് ഞാൻ കുറേ ഗസ് ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടാത്തൊരു സാധനം ഇത്. പക്ഷെ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തുറക്കാം. ഓക്കെ, ആ കേക്ക്. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി കേക്കെങ്കിലും തരാമോ എനിക്ക്? താങ്ക്സ് ചിറ്റേ. എന്റെ ഏതാ? അതെ, എങ്ങനെയാണ് ചിറ്റ? എനിക്ക് മാത്രമുള്ളൂ, നിങ്ങക്ക് കിട്ടില്ല. ഇങ്ങനെ ഒന്നിനെ കിട്ടില്ല, ഞാനൊട്ട് തരികയില്ല. അതെ, താങ്ക് യു. അത് തന്നെ മതി. ഇച്ചിരി മതി രാധമേ, അത് മതി. താങ്ക് യു. ഇവർ രണ്ടുപേരുമാണ് ഈ മഴയത്ത്, ഈ കോരിച്ചൊഴുകുന്ന മഴയിൽ പടക്കം പോയി വാങ്ങി പൊട്ടിച്ചത്. കുട്ടാപ്പിയും വെച്ചുകുട്ടനുമാണ് എന്റെ സ്പെഷ്യൽ താങ്ക്സ്. ഓ, എന്റെ ഷിനോമോനെ കാണാത്തത് എന്റെ യൂട്യൂബ് ചാനലിൽ എത്ര പേര് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം. ഒരിടയ്ക്ക് മൊത്തം ചോദിക്കണം, ഷിനോമോൻ എവിടെ ചോദിക്കുന്നു. ദേ നിൽക്കുന്നു ഷിനോമോൻ. താങ്ക് യു ആദിക്കുട്ടാ. താങ്ക് യു സോ മച്ച്. ഞാൻ ഏറ്റവും നോക്കിയിരുന്ന ഒരു ഗിഫ്റ്റ് അതിന് വരാൻ പോന്നെ. പക്ഷെ ആ ഗിഫ്റ്റ് എന്നാ ഞാൻ പറഞ്ഞില്ല. പക്ഷെ 5-ാം ചേട്ടനെ പറ്റി ഞാൻ പറയാം. 5-ാം ചേട്ടൻ എങ്ങനെയാ അറിയോ? നമുക്ക് തോന്നിപ്പോവും, അയ്യോ ഇങ്ങനെ ഒരു ചേട്ടൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ നമുക്ക് തോന്നുന്ന ഈ കളിക്കുടുക്കയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചേട്ടൻ. അതെ 3 വർഷത്തെ ഒബ്സർവേഷന് ശേഷം, അതായത് 5-ാം ചേട്ടൻ വിഷു ആണെങ്കിൽ വിഷു കൈനീട്ടം കൃത്യമായിട്ട് എന്റെ അക്കൗണ്ട് ഞാൻ എണീക്കുന്നതിന് മുന്നേ വന്നിരിക്കും. ഓണത്തിന് ഓണക്കോടി, പിറന്നാളിന് ഗിഫ്റ്റ്. നമ്മളെപ്പോഴും ഇനി നമ്മളല്ല കടം ചോദിച്ചു അപ്പൊ തന്നെ അക്കൗണ്ടിലേക്ക് ഇടും. ഒരു കുഴപ്പമില്ലാത്ത ഇത്ര ലക്ഷറി ആയിട്ടൊരു ചേട്ടനെ എനിക്ക് വേറെ കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ നന്ദിയുണ്ട് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ ഇപ്പൊ തുറക്കുന്നത്. ഉറപ്പായിട്ടും ഇതിന്റെ റിവ്യൂ പറഞ്ഞില്ലേ? അയ്യോ, ആർക്ക്? അതെ, അതൊക്കെ നമുക്ക് അറിയാം. ഇതെന്താണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. ഇത് നനയ്ക്കാതെ എവിടെയും കൊണ്ട് വെക്കണം കേട്ടോ. താങ്ക് യു അല്ല ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഉമ്മ. താങ്ക് യു മാമേ. അഖിലേട്ടൻ എല്ലാ ബർത്ത്ഡേക്കും നോക്കിയിരുന്ന് എല്ലാം ഞങ്ങൾ ഒന്നിച്ച പ്ലാനിങ് ഒക്കെ നടക്കാം. പക്ഷെ അഖിലേട്ടൻ ഒരു വോക്കായിട്ട് പോകേണ്ടി വന്നു. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് വന്നേ. എനിക്ക് നേരത്തെ വന്ന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്ന് സമാധാനപ്പെടുത്തി ഇട്ടിട്ട് പോയതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു കേക്ക് മുറിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യണമെന്നൊക്കെ. പക്ഷെ മഴ പെയ്യുന്നുള്ള പേടിയായതുകൊണ്ട് അത് പറ്റിയില്ല. താങ്ക് യു കേട്ടോ. രാജേഷേട്ടനെ എല്ലാവർക്കും അറിയാം, കിട്ടിപ്പോതിച്ചു കേട്ടോ. ഗിഫ്റ്റ് ഒക്കെ കിട്ടിപ്പോതിച്ചതാണ്. താങ്ക് യു കേട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ ചാണ്ടി ചേച്ചി. താങ്ക് യു. ജന്മദിനം കുട്ടിക്ക്. എത്ര വയസ്സായി കുട്ടിക്ക്? 18. അവിടുന്ന് അനങ്ങാൻ 2 വർഷമായി സാധിക്കാത്ത ഒരു വാർദ്ധക്യത്തിൽ ഏർപ്പെട്ട യുവാവിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സുഹൃത്തുക്കളെ, കുലുക്കരുത്. കുലുക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഇതിന്റെ മുന്നിലുള്ളത്. ഓക്കെ, ഇത് കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ മിക്കു. ജിത്തു എഴുതിയതാ. ഒരു സ്പെഷ്യൽ കഥ പറയാനുണ്ട്. എനിക്കൊരു പുന്നാരുണ്ട്. എന്റെ പുന്നാര കാനഡയിലല്ലേ. അപ്പം
അവളില്ലാത്ത എനിക്ക് ഏറ്റവും വിഷമമാണ്, പക്ഷെ അത് പറഞ്ഞാൽ കരയും, അതുകൊണ്ട് അത് പറയത്തില്ല. പുന്നാര എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എല്ലാ കാര്യത്തിനും കടന്ന് ഓടുന്ന ആളാണ്. അപ്പോൾ അവൾ കാനഡയ്ക്ക് പോയി, അവൾ എനിക്ക് അവിടുന്ന് കിച്ചൂരെ വിട്ട് വാങ്ങിപ്പിച്ച് തന്നൊരു ബൊക്കെയാണിത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പുന്നാര ഞാൻ കേക്ക് മുറിക്കുമ്പോൾ ഇതിങ്ങനെ ഇവിടെ വെക്കും, അതുകൊണ്ട് ഞാൻ എല്ലാം ചോദിക്കും പുന്നാരെ ഞാനത് മുറിക്കാടേ എന്ന് പറയാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവൾ മേടിച്ചു തന്ന ബൊക്കെയാട്ടോ ഇത്. ഒരു സ്നേഹമില്ലാത്ത ചേട്ടനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ക്ഷമിച്ചു ഞങ്ങൾ. എന്റെ ഈ ഒരു സൈഡിലെ ചെവിക്കല്ല് ഉരുണ്ട് അങ്ങ് പോയി കേട്ടോ. ഹലോ, ഈ സമയത്ത് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞും കേട്ടൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ വേറെ ഒരുപാട് സന്തോഷമുള്ള, അത് എനിക്ക് മാത്രമല്ല ഞങ്ങളൊരു കൂട്ടം ആൾക്കാർക്ക് ഒരുപാട് സന്തോഷമുള്ള വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞങ്ങളുടെ ഒരു സിനിമ റിലീസായി. പ്രൈവറ്റ് എന്നായിരുന്നു മൂവിയുടെ പേര്. മിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. പ്രൈവറ്റിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ആരെങ്കിലും പരിചയപ്പെടുത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് 2 ആൾക്കാർ ഇന്നിവിടെ എൻ്റെ കൂടെ ഉണ്ട്. ഇതിന്റെ ഡയറക്ടർ ചേട്ടനും ബാക്കി പ്രൊഡ്യൂസർ ചേട്ടനായാലും ആർക്കും ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും സിനിമയുടെ തന്നെ ഓട്ടത്തിലാണ്. നമ്മൾ ഒറ്റയ്ക്ക് വേണം എല്ലാത്തിനും ഓടാൻ വേണ്ടി. അതുകൊണ്ട് അവരുടെ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. പക്ഷെ 2 പേരും നമ്മുടെ കൂടെ ഉണ്ട്. അവരെ ആദ്യം വിളിക്കാം, എന്നിട്ട് ബാക്കി പറയാം. ബായ് ചേട്ടന്മാർ 2 പേരും വാ. ഞങ്ങളും ഇന്നാ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ആദ്യം കാണാം. ചേട്ടന്മാർ 2 പേരുടെ പേര് സന്ദീപേട്ടൻ, അക്ഷയ് ചേട്ടനും സന്ദീപേട്ടനും. ഇവർ 2 പേരും നമുക്ക് കുറച്ചുകൂടെ അറിയുന്നത് പ്രൈവറ്റിന്റെ മ്യൂസിക് ഡയറക്ടർ അശ്വിൻ ചേട്ടന്റെ ബ്രദേഴ്സ് ആണ് ഇവർ 2 പേരും. അശ്വിൻ ചേട്ടനെ എനിക്ക് സിനിമ അഭിനയിക്കുമ്പോഴോ അത് കഴിയുമ്പോഴോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് തപ്പി കണ്ടുപിടിച്ച് മെസ്സേജ് ചെയ്ത ആളാണ്. ഞാൻ വേറെ ആരുടെയും ഇടത്തേക്ക് അങ്ങനെ ചെന്നില്ല. കാരണം അശ്വിൻ ചേട്ടൻ്റെ മ്യൂസിക് ആയിരുന്നു എന്നെ സിനിമ കണ്ടിറങ്ങിയപ്പം ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായ കാര്യം. അതിപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ മൂവി കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞങ്ങൾക്ക് മ്യൂസിക്കിനെ പറ്റി പാട്ടിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷേ അതിലെ മ്യൂസിക് കേൾക്കാൻ നല്ല രസമുണ്ട്, അതിങ്ങനെ നമുക്ക് ഉറങ്ങി എണീക്കുമ്പോൾ ഇങ്ങനെ അത് തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതപ്പം അത്രയും ഹോണ്ടിങ് ആയിട്ടുള്ള, അത്രയും ഒരു ഹുക്കുള്ള ഒരു മ്യൂസിക് ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങളുടെ അശ്വിൻ ചേട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പം അശ്വിൻ ചേട്ടൻ്റെ ബ്രദേഴ്സാണ് ഇത് 2 പേരും. ഞങ്ങൾ 3 പേരും കൂടെ ഇന്ന് കേക്ക് മുറിച്ച് ഞങ്ങളുടെ ഒരു ക്രൂവിൻ്റെ, ഒരു ടീമിൻ്റെ, പ്രൈവറ്റ് ടീമിൻ്റെ വിജയം വളരെ പ്രൈവറ്റ് ആയിട്ട് ആഘോഷിച്ച് അത് പബ്ലിക് ആക്കാൻ പോകുന്നു. ഓക്കെ, നമുക്ക് കേക്ക് മുറിക്കാം. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ അശ്വിത ബേഗം. ഈ ബർത്ത്ഡേ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അശ്വിത എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. സോ ഞാൻ മുറിക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് മുറിക്കട്ടെ. താങ്ക് യു. ഇത് ഞങ്ങൾ 3 പേരെ ഇവിടെ ഉള്ളെങ്കിലും ഇതെല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ ടീമിന് ഫുൾ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കണ്ടതിന്, സപ്പോർട്ട് ചെയ്തതിന്, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞതിന്. ചേട്ടന്മാർക്ക് തരട്ടെ ആദ്യം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇച്ചിര മതി. താങ്ക് യു, താങ്ക് യു. നമ്മുടെ ബർത്ത്ഡേ പറ്റി എന്താണ് അഭിപ്രായം താങ്കൾക്ക്? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അടിപൊളിയായിരുന്നു. എന്നെ പറ്റി എന്താ? നിന്നെ പറ്റി എനിക്ക് പറയാനുള്ള വളരെയധികം നല്ല അഭിപ്രായം പറയാനുള്ളൂ. കാരണം നീ വളരെ ക്യൂട്ടാണ്. ഇത് എടുത്ത് വെച്ചിട്ട് എനിക്ക് കട്ട് ചെയ്ത് തരണേ. കാരണം ഞാൻ ഒരിക്കൽ ഞാൻ ജനിച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ടില്ല. അതിനോട് ഞാൻ ഉള്ള കാര്യം എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞോ? ഞാൻ ഉടനെ ഇപ്പൊ നിന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ആങ്കർ ചെയ്തു. നല്ലവളാണ്, സ്നേഹമുള്ളവളാണ്, സുന്ദരിയാണ്, സുമുഖിയാണ്, സുശീലയാണ്. അല്ല ഒന്ന് വളരെ സൂപ്പർ പരിപാടിയായിരുന്നു. നമ്മുടെ ശ്രീനോമന്റെ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. നീലഗിരി ഫാംസിലായിരുന്നു. ഇടുവായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളി. ശരിക്കും ഞാൻ അറിഞ്ഞിട്ടെ, ഈ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ. ഭയങ്കര മാച്ചിങ് എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ പ്രാവശ്യം എന്റെ ബർത്ത്ഡേക്ക് പ്രോമീഡിയ ഇവന്റ്സാ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഈ ബർത്ത്ഡേക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രോമീഡിയ ചെയ്തതിൽ ഏറ്റവും സൂപ്പർ ഇതായിരുന്നു. എനിക്ക് കിച്ചനോടെ എന്റെ ലുക്ക് അടിപൊളി. ആരാ ഇതെല്ലാം സെറ്റ് ചെയ്തത്? എന്നെ ഒരുക്കിയത് കിച്ചു ആണ്. ഞാൻ കൊള്ളാന്ന് പറയും, ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ കൊള്ളാന്ന് പറയും. ഓക്കെ, നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. കഴിച്ചില്ല, കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഡെക്കറേഷന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടല്ല, നല്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. നിങ്ങൾ പണ്ട് നല്ലവരായതുകൊണ്ട് കൊള്ളാം. അല്ലാതെ സിനിമ തരത്തില്ല ഇവിടുന്ന്. ഇത്രയും തള്ളി എന്റെ എനർജി പോയി. ഇനി ഇവിടുത്തെ പൊട്ട് കുത്തി തരണം. എന്റെ മുഖത്തേക്ക് നോക്കി നല്ലത് മാത്രം. എന്നെ പറ്റി 2 വാക്ക് പറയുക. നല്ലൊരു മോളാണ്, നല്ല മോളാണ്, അടിപൊളിയാണ്, നല്ല മിടുക്കിയാണ്. പിന്നെ വേറെന്തൊക്കെയാ വേണ്ടത്? നല്ല കൊച്ചാണ്. നല്ല കൊച്ചാട്ടോ, ഭയങ്കര നല്ല കൊച്ചാണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല കുട്ടി ഞാനാണ്. അതാണ്. ഇനി വേറെന്തൊക്കെയുണ്ട്? ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഇല്ല, സത്യസന്ധമായിട്ടും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം? നല്ലതായിരുന്നു.
അമ്മ ഇത്രയും നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, ആരെ മേക്കപ്പ് ചെയ്തത്? വലിയ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് മീനാക്ഷി. മേക്കപ്പ് എന്താണെന്നറിയോ? ഇച്ചിരി ലിപ്സ്റ്റിക്, അതല്ലാതെ വേറെ ഒന്നും തൊടാൻ സമ്മതിക്കണില്ല. അതുകൊണ്ട് അതൊക്കെ ഇടിച്ച് ഞാൻ സുന്ദരിയാക്കി കൊണ്ടുവന്ന അമ്മയും ചിറ്റയും ഞാനാകട്ടോ മേക്കപ്പ്. അതെങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. എന്നോട് കുറെ പേര് പറയും ഒരു 10-16 വയസ്സൊക്കെ കഴിയട്ടെ അന്നേരം ഇതൊക്കെ അങ്ങ് നിൽക്കുമെന്ന്. ഇതിപ്പോ 16 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു, ഇപ്പൊ 20 പക്ഷെ 20 പക്ഷെ എനിക്ക് മാറുന്നേ ഇല്ല. എനിക്ക് ഭയങ്കര സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ? കിടക്കാച്ചി പരിപാടിയായിരുന്നു. പിന്നെ പടക്കം പൊടിക്കുന്നത് തീരെ വിചാരിച്ചില്ല കേട്ടോ. പടക്കം പൊടിച്ചതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എപ്പോ പോയി മേടിച്ചത് എനിക്ക് അറിയാം. എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു പടക്കം പൊടിക്കുന്നത്. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? പറയൂ. നമ്മളാരും കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, നീ കഴിച്ചില്ലേ? ഇല്ല. ഒരുമിച്ച് കഴിക്കാം. ബർത്ത്ഡേ ഞാൻ എറണാകുളത്ത് നിന്ന് നേഹ ചാവറയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് ഓടി വരുവാ. ഇത്രയും തിരക്കിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല, ലിയോൺ ഇല്ലാതെ പറ്റില്ല ഞങ്ങൾക്ക്. പ്ലീസ്. ഈ ഒരു സിനിമാ നടിയാന്ന് വെച്ചപ്പോ ഞാൻ ആദ്യം ഓർത്തു, പരിചയപ്പെടുന്നതിന് മുന്നേ ഓർത്തു കുറച്ച് വിവരവും വിദ്യാഭ്യാസവും കാണുന്നു. പരിചയപ്പെട്ടപ്പോ അതില്ലെന്ന് മനസ്സിലായി. ലിയോൺ എന്നെ, എനിക്ക് എത്ര വയസ്സായി ലിയോൺ? 20. പക്ഷെ ലിയോൺ എന്നെ അങ്ങനെ കാണുന്നേ ഇല്ല. അതാണ് എന്റെ കുഴപ്പം. നീ എന്നെ കുറച്ചുകൂടെയൊക്കെ മെച്ചോടെ കാണണം. അവൻ എന്നെ അന്നക്കുട്ടിയെ കാണുന്ന പോലെ തന്നെ കാണുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഏറ്റവും സുന്ദരി അനിയത്തി. അവനുള്ളത് വെച്ച ഏറ്റവും സുന്ദരി. എന്റെ ദേവൂട്ടൻ ഇരിക്കുമ്പോ അങ്ങനെ പറഞ്ഞോളൂ. ദേവുനെ ഞാൻ അങ്ങനെ തന്നെയാ പഠിപ്പിച്ചിരിക്കുന്നത്. കൂടുതലുള്ളത് വെച്ച ഏറ്റവും സുന്ദരി. ഭയങ്കര സ്നേഹമുള്ള കൊച്ചാണ്. ഇന്നലെ ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞ് 12:30 എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ഇത് നീ പറയണ്ടേ? അതെന്താന്നറിയാമോ? എനിക്ക് എന്നെ 12 ആകുമ്പോ വിളിക്കണം എന്നുള്ള കുറെ ആൾക്കാരുണ്ട്, നിർബന്ധമുള്ള. എന്നിട്ട് ബാക്കി എല്ലാരും വിളിച്ചു. ഞാൻ നോക്കിയപ്പോ ഇവൻ മാത്രം വിളിക്കുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു 12 കാലമായപ്പോഴത്തേക്ക് ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചു, എടാ പറടാ. അന്നേരം കുറെ കരഞ്ഞു വിഴിഞ്ഞ ഡയലോഗ്, അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല, അങ്ങനെയായി. എന്നിട്ടും അവനെന്നെ വിഷ് ചെയ്യുന്നില്ല. അവൻ പിന്നെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുക. എല്ലാ നല്ല വാക്കുകളും മീനാക്ഷിക്ക് യോജിക്കും. നമുക്കൊന്നും ചീത്ത പറയാനൊന്നുമില്ല. ഇടയ്ക്കൊക്കെ കരയും, ഇച്ചിരി ഇമോഷണൽ ആണെന്നൊക്കെ. പിന്നെ അത് ഒരു 1-2 മണിക്കൂർ നീണ്ടു നിൽക്കും. പക്ഷെ അത് എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നാൽ അപ്പൊ തന്നെ നിർത്തും. അതെ. ഇപ്പൊ ഞാൻ എന്താ അല്ല, ഞാൻ പറയാം, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് കരയാൻ തുടങ്ങുവാന്ന് വെച്ചോ, ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയ ജിത്തു, കിച്ചു, ദേവു, ലിയോൺ ഇവരൊക്കെ ചെയ്യുന്ന ഒരു ലിയോൺ ഇല്ല കേട്ടോ, അവന്റെ അടുത്ത് ഞാൻ കരയാറൊന്നുമില്ല. ഞാൻ ശപിക്കാതടാ. അവന്റെ അടുത്ത് കരയാറുന്നു. പക്ഷെ ഇവരെല്ലാവരുടെ അടുത്തും ഞാൻ ചെയ്യുമ്പോഴേ അവരെനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മേടിച്ചു തരും. ഞാൻ അപ്പോഴേ നിർത്തും. അപ്പോഴേ എന്റെ തോന്നുന്നുണ്ട് അത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ഒരു നാടകമാണോ. അതുകൊണ്ട് പക്ഷെ എന്നിട്ടും കിച്ചു എനിക്ക് മേടിച്ചു തരുന്നു എന്നുള്ളതിലാണ്, അല്ലേ? അല്ലെ, അതിലാണ് കാര്യം. ഓക്കെ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി വിശപ്പ് കൂടുതലാ. വിശക്കും, പക്ഷെ എനിക്ക് കൊക്കോപ്പുഴും ഉണ്ടെന്ന് കിച്ചു തോന്നുന്നു. ഞാൻ വണ്ണം വെക്കുന്നേ ഇല്ല. അല്ലാതെ വേറൊരു കുഴപ്പമില്ല. നല്ലൊരു കുട്ടിയാണ്. നല്ലൊരു കുട്ടിയാ. ഇനി ദേവോ? മീനാക്ഷി എന്റെ ഒരു മൂത്ത ചേച്ചിയായി. എന്നിട്ട് മീനാക്ഷി വളരെ നല്ല സ്വഭാവമുള്ള ഒരു കൊച്ചാ. നല്ലൊരു ദേവുന് ഏറ്റവും ഇഷ്ടം എന്നെയാ. അതെ, ദേവുന് ഏറ്റവും ഇഷ്ടം എന്നെയാ. സത്യമായിട്ടും അതെ. ഞാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഞാൻ ആർക്കും അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറുള്ള. പക്ഷെ അവളെ എനിക്ക് മാത്രം ഗിഫ്റ്റ് ആണ്, കാരണം അവൾക്ക് എന്നെ ഏറ്റവും ഇഷ്ടം. ഇതാണ് ജിത്തു പറഞ്ഞ വീട്ടിൽ നിന്ന് വിടാത്ത മമ്മി. പറയൂ, എന്തുകൊണ്ട് എന്റെ കൊച്ചിനെ 12 മണിക്ക് ഇറക്കി വിട്ടില്ല? എന്റെ അടുത്ത് വന്നിരുന്ന ക്രൂര പറ, എന്തുകൊണ്ട് വിട്ടില്ല? എന്റെ അടുത്ത് വന്നിരുന്ന കരയുമായിരുന്നു. കരഞ്ഞോണ്ട് വണ്ടി ഓടിക്കണ്ടെന്ന്. മാമയുടെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആരായിരുന്നു? അയ്യോ, കൊച്ചായിരുന്നു. ഇത് ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കാണിക്കാതെ അവരെ ഹൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിടാൻ പോകുന്നത്. അതോടെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ബർത്ത്ഡേ? നല്ലതായിരുന്നു. അതോടെ ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടം ചേച്ചിപ്പേ. ഓക്കെ, എന്തുകൊണ്ടാ ചേച്ചിപ്പേ ഏറ്റവും ഇഷ്ടം? നല്ലതൊക്കെ മേടിച്ചായിരുന്നു. എല്ലാം മേടിച്ചു, അതുകൊണ്ട് മാത്രോ? അപ്പൊ ഞാൻ മേടിച്ചു തന്നില്ല, എന്നെ ഇഷ്ടമല്ലേ? അല്ല ഇഷ്ടം. അതെന്തുകൊണ്ട്? നല്ല കാര്യമുണ്ട്, നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പറ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. 5-ാം ചേട്ടനാണ് എന്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാം പ്ലാൻ ചെയ്യുന്ന 5-ാം ചേട്ടനാ. ഞാൻ പ്ലാൻ ചെയ്യുന്ന അഭിനയിക്കും. അയ്യോ ചേട്ടൻ എനിക്ക് ടെൻഷൻ ആവുന്നു, അത് നോക്ക് എന്ന് പറയാം. പക്ഷെ ചേട്ടന്റെ തലയിലാണ് എല്ലാം ഇരിക്കുക. എന്താ നമ്മുടെ മൊത്തത്തിലുള്ള ബർത്ത്ഡേ പ്ലാനിങ് പരിപാടികളൊക്കെ അതുപോലെ തന്നെ ഇനി നല്ല സെറ്റപ്പ് മൊത്തത്തിൽ. ഇനി എന്നെ പറ്റി 2 വാക്ക്. ഇത് ഞാൻ കട്ട് ചെയ്ത് സ്റ്റോറി ഇടും കേട്ടോ, അതുകൊണ്ട് നന്നായിട്ട് മാത്രം സംസാരിക്കാം. നല്ലൊരു കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ. അങ്ങനെ അതെ, നല്ല ആളാണ്. പിന്നെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു 3-4 50 crore മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ബ്ലോക്ക് ബസ്റ്റർ നായിക. ഒരു 50 കോടിയിൽ നിന്ന് 100 കോടിയിൽ എത്തട്ടെ ഈ വർഷം. എല്ലാം 50-ൽ സ്റ്റക്ക് ആവണം. അപ്പൊ ഇനി അടുത്ത 100 കോടി. ഇതൊക്കെ സംഭവിക്കാനുള്ള കാര്യങ്ങളാ, എന്നെ പറ്റി പറയൂ. കാര്യത്തിലേക്ക് അടിപൊളിയാണ്. പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതയാണ്.
കണ്ടോ കണ്ടോ ഇത്രയും പേര് ഇവിടെ വന്നു പക്കുതില്ല പറഞ്ഞിട്ട് പാവാ ഒറ്റ ചേട്ടൻ. ഇതുകൊണ്ട് ഞാൻ ചേട്ടൻ വിളിക്കാനുള്ള കാരണം പ്രശാന്ത് കൊച്ചിന് കുറെ പെറ്റ് ഷോപ്പ് ഉണ്ട്. കൊച്ചിനോട് ഒരു കൊച്ച ഞാൻ ഒരു വെള്ള കിളി എടുത്തോട്ടെ, വേറൊരു കിളിയും തിരിച്ചു കൊണ്ടുതരാം, എന്നിട്ട് ആ 2 കിളിയും ഞാനിപ്പോ വളർത്തുക. അതുകൊണ്ട് ഞാൻ കാരണം കൊച്ചിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൊച്ചിന് സഹിക്കും. അതെ, അതൊക്കെ കൊച്ചിന് സഹിക്കും എന്നുള്ളതാണ്. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പരിപാടിയല്ലായിരുന്നോ? സൂപ്പർ പരിപാടിയായിരുന്നു. ഹലോ, അപ്പോ എന്റെ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും അറിയുന്ന പോലെ ഇതിന്റെ ഇവന്റും ഡെക്കറും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത് പ്രോമീഡിയ ഇവന്റ്സ് ആണ്. ഇപ്രാവശ്യം ആസ് യൂഷ്വൽ നമുക്ക് അവരിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യവും പ്രോമീഡിയ ഇവന്റ്സിനെ തന്നെയാണ് കോൺടാക്ട് ചെയ്തത്. അവരിപ്പം നമ്മുടെ ഫാമിലിയുടെ ഒരു സൈഡ് പോലെയാണ്. എന്ന് വെച്ചാൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവർ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇത്രയും നാളായിട്ട് എൻ്റെ ബർത്ത്ഡേ കുറേ വർഷങ്ങളായിട്ട് പ്രോമീഡിയ ഇവന്റ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ഡെക്കർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം എൻ്റെ അടുത്ത് ഇതിലെ മാത്യു ചേട്ടനുണ്ട്. അപ്പോൾ മാത്യു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് ബലൂൺസ് ഒന്നും വെച്ച് നോക്കണ്ട, നമുക്ക് കുറച്ച് ഫ്ലവറൊക്കെ വെച്ച് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം എനിക്ക് ഡൗട്ട് ആയിരുന്നു എങ്ങനെ ഇത്രയും ഫ്ലവറൊക്കെ വെച്ചത് എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് ഇത്രയും നന്നാക്കി ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങോട്ട് കയറി വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയത് ഈ ഡെക്കർ കണ്ടിട്ടാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇവിടെ കുറേ ഡിസ്കോ ബോളൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഒരുപാട് സ്പെഷ്യൽ ഇവൻറ്റ്സിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച്. ഇനി ആദിക്കൂട്ടൻ്റെ ഡാൻസ് ആട്ടോ. ആദിക്കൂട്ടൻ്റെ ഡാൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആദ്യം ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ആര് കാണാത്ത പുതിയ ന്യൂ പ്രേക്ഷകരാണ് വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന 2 പ്രേക്ഷകർ കണ്ടോ. ഇവരടുത്തത് കളിക്കാനുള്ള ഇത് ലൈൻ നിൽക്കുന്ന ഡാൻസ് കളിക്കേണ്ടവർക്ക് ഇതിന്റെ പുറകെ നിൽക്കാം. ഓക്കെ നമുക്ക് ആദ്യം ഡാൻസ് കാണാം. നമുക്ക് കഴിക്കാം. ഉന്മാദാവസ്ഥയ്ക്ക് ശേഷം ഞാൻ മടുത്തു. എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഐസ്ക്രീം ഉണ്ട്. ആദ്യം അതിന് സന്തോഷമായി കണ്ടപ്പോ. ഇതെന്നാ ഏട്ടാ? പ്രാണി സാമ്പാറ്, ചമ്മന്തി. ഇതെന്നാടാ? അതും ചമ്മന്തി. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പൊ നിനക്ക് എന്നെ നോക്കാൻ പോലും വയ്യ അല്ലേ ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോ. അടുത്തത് ഓംലെറ്റ്. അവിടെ ഇരിക്കുന്ന ഓംലെറ്റ്. ഇതൊക്കെ എന്നാ ദോശയാടാ? ഇവിടെ ചിക്കൻ ദോശയുണ്ട്, നീറോസ്റ്റ് ഉണ്ട്, പിന്നെ മസാല ദോശയുണ്ട്, ചിക്കൻ ദോശയുണ്ട്. കൊള്ളാം. ഇതെന്നതാ? ഒനിയൻ ഊത്തപ്പം. ഇത് ഞാൻ എനിക്ക് കൊതിയായിരുന്നു. ഇതാണ് ഗോപുചേട്ടൻ. ഗോപുചേട്ടൻ ഇതെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. ഹായ് പറയാ. ഹായ്. മലയാളം അറിയാവോ? അറിയാം. അറിയാം. പറ. അച്ഛൻ നിർബന്ധം ഇപ്രാവശ്യം ബർത്ത്ഡേ വരുമ്പോ നമുക്ക് ചേട്ടനെ വിളിക്കണം, എന്നിട്ട് ലൈവായിട്ട് ദോശ ചൂടണം എന്നൊക്കെ പറഞ്ഞ് അച്ഛന്റെ നിർബന്ധത്തിൽ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാരും എന്നോട് പോകുമ്പോ പറഞ്ഞിട്ടാ പോയെ. സൂപ്പറാ. പാവം ചേട്ടനാ. ഒരു ചിക്കൻ ദോശ തരുമോ? ഇതെന്ത് ദോശയാ? തൊപ്പി പോലെ. ഇത് കണ്ടോ? തൊപ്പി പോലത്തെ റോസ്റ്റ്. ഈ മുട്ടയും ദോശയും ചിക്കൻ ദോശയും മിക്സ് ആക്കാൻ പറ്റുമോ? അന്ന് എനിക്ക് അങ്ങനെ ഒരെണ്ണം തരുമോ? അപ്പൊ തീർന്നു. ഇത്രയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ പരിപാടികൾ. സൂപ്പർ ആയിരുന്നു അച്ഛേ. താങ്ക് യു അച്ഛൻ. സൂപ്പർ ആയിരുന്നു. ഭയങ്കര സൂപ്പറായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെ എനിക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റാറില്ല, എപ്പോഴും കഴിക്കുന്ന സാധനം ആയതുകൊണ്ട്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സങ്കടം അല്ല, ഒരു സന്തോഷം. എനിക്ക് വെച്ച് നിനക്ക് ഓരോ ബർത്ത്ഡേ വരുമ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്ക് ഓരോ ബർത്ത്ഡേ വരുമ്പോൾ ഭയങ്കര സങ്കടം. പൈസ പോകുന്നുണ്ട്. പൈസ മാത്രമല്ല, അതൊരു ഘടകം. എന്റെ പ്രായം കൂടുന്നു. തടയാനാവില്ല മോളെ. വാർദ്ധക്യം നമുക്ക് തടയാനാവില്ല. 25 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എങ്ങനെയല്ല ഒരു പ്രായമായാൽ മതി. 25 കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി. എല്ലാവർക്കും 25 വയസ്സായിരിക്കും.
പക്ഷെ നമ്മുടെ ഇഷ്ടം ഇവിടെ ആരും നോക്കുന്നില്ല എന്നുള്ളതിലാണ് കാര്യം. കഴിഞ്ഞ ചിങ്ങത്തിൽ 35. ഞാൻ പറയാം. പക്ഷെ നമ്മുടെ ഇഷ്ടം ഇവിടെ ആരും നോക്കുന്നില്ല. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പ്രായവും, അച്ഛന് ഇഷ്ടമാണെങ്കിൽ അച്ഛനും പ്രായവും. അത് മനസ്സിലാക്കുക. 28 വയസ്സ് കഴിയുമ്പോൾ വരും ഇത് ചോദിക്കാൻ. ഞാൻ പറയാം, പക്ഷെ മാനസികമായിട്ട് പ്രായമാവാതിരിക്കുക എന്നല്ലാണ് കാര്യം. അപ്പൊ ഒരു ഇച്ചിരി ഡാഡി അടിച്ചിരിക്കണം. നോക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ സത്യം എനിക്ക് പ്രായം ഇഷ്ടമില്ലാത്ത ആളാ. അതുകൊണ്ട് പക്ഷെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രായത്തെ പറ്റിയൊക്കെ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നു, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അച്ഛന് പ്രായമാവുന്നത് അത് നരയൊക്കെ വന്നു തുടങ്ങി ഡൈ ആന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കണം. ചുമ്മാ കഴിച്ചുവാ വീട്ടിലോട്ട് പോയി ഞാൻ കഴിച്ചു. ഞാനാ തേപ്പിക്കുന്ന ഡൈ. വിഷമായി, നല്ല ഫീൽ ചെയ്തു മുഖം കണ്ടാല്. അപ്പൊ ടാറ്റ, അത്രേ ഉള്ളൂ. ടാറ്റ, സീ യു.